ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന മക്കളായിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം അല്ലേ. ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് ക്ലാസ്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അടിപൊളിയായിട്ട് ഈ സാധനങ്ങൾ മാത്സ് സെറ്റാക്കി തരാം സാറുടെ ലൈവും സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മാരത്തണോ എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടാൽ നമുക്ക് ഒരേ പൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിലെ ഫീഡ്ബാക്ക് ഇടാം. മാത്രമല്ല ലൈക്ക് ബട്ടൺ പെട്ടെന്ന് അടിച്ചേ, ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഒരു ആക്ടിവിറ്റിയിൽ എന്തായാലും ഈ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യും, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഏതാണ് ആ ചോദ്യം എന്നുള്ളത് നോക്കാം. ഇതാണ് ചോദ്യം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് എൻ്റെ പൊന്നുമുത്തെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണണം. അതായത് നമ്പേഴ്സിൻ്റെ എണ്ണം കാണണം. എന്തെന്നാ നമ്പേഴ്സിൻ്റെ എണ്ണം, ഫാക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ആദ്യം ഇതിലെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ ചാനൽ തന്നെ ലൈവ് വരും, ആ സമയത്ത് കാണണം കേട്ടോ. നിങ്ങൾ ഇതേ കണ്ടോ, 5⁻², 7⁻² എന്ന് പറയുന്നതിന് എന്തോരം ഘടകങ്ങളുണ്ട്. ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 5⁻², 7⁻² എന്ന് ചോദിച്ചാൽ മക്കൾ ആദ്യം ആ 5ഉം 7ഉം, അതായത് ഇവിടെ താഴത്തുള്ള ഈ 5ഉം ഇവിടെ താഴത്തുള്ള ഈ 7ഉം എന്ത് നമ്പറാന്ന് നോക്കാം. വേണ്ട, ആ രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പർ ആണോ എന്ന് കൺഫേം ചെയ്യുക. അഭാജ്യ സംഖ്യകൾ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് അഭാജ്യ സംഖ്യകളെ കുറിച്ച് പറഞ്ഞുതരാം. 2 ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. 3 മറ്റൊരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. ഇവിടെ 5 ഉണ്ട്, മറ്റൊന്നാണ്. 7 ഉണ്ട്, 11 ഉണ്ട്. അങ്ങനെ പോകുന്ന ഇങ്ങനത്തെ കുറേ സംഖ്യകൾ ഇതൊന്നല്ല ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭാജ്യ സംഖ്യകളൊക്കെയാണ്, ഈ അഭാജ്യ പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. എൻ്റെ പൊന്നുമുത്തെ 5ഉം 7ഉം പ്രൈം നമ്പർ അല്ലേ. എടാ, പ്രൈം നമ്പർ ആണെങ്കിൽ ആ പ്രൈം നമ്പറിന്റെ മണ്ടയിലുള്ള നമ്പർ ഏതാ നോക്ക്, തലയിൽ എന്താ നോക്ക്. വേണ്ടാക്കൊണ്ട അവിടെ തലയിൽ 2, ഇവിടെ തലയിൽ 2, ഇവിടെ തലയിൽ 2ഉം ഇവിടെ തലയിൽ 2 അല്ലേ. ആ രണ്ടായ നമ്പർ പ്രൈം നമ്പർ മീൻസ് താഴത്ത് പ്രൈം ആണെന്ന് കൺഫേം ചെയ്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇതാണ് ഇവിടെ 2, ആ രണ്ടായ നമ്പറിനോട് 1 കൂട്ടുന്നു. അതേപോലെ ഇവിടെ 2, ആ രണ്ടായ നമ്പറിനോട് 1 കൂട്ടുക. തലയിൽ ഏത് നമ്പർ ഉണ്ടോ ആ നമ്പറിനോട് 1 കൂട്ടുക. എന്നിട്ട് തമ്മിൽ ഗുണിക്കുക. 2 1 കൂട്ടിയാൽ 3, 3 3. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 9. സെറ്റപ്പ് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇതൊരു ട്രിക്കാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ, മണ്ടയിലുള്ള നമ്പറിനോട് 1 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. വേഗം എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം. ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ദേ കണ്ടോ, ഇവിടുത്തെ 2നോട് 1 കൂട്ടുന്നു 3. ദേ കണ്ടോ, ഇവിടുത്തെ 3നോട് 1 കൂട്ടുന്നു 4. 3 × 4 നമ്മുടെ ഉത്തരം ഒരേ പൊളി 12. സെറ്റാണോ? അപ്പൊ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? 12 ഫാക്ടേഴ്സ്. അതിന് ഏതൊക്കെയാണ് അത് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സാർ എന്ത് ചെയ്യും, പറഞ്ഞുതരും. അപ്പൊ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ദേ കണ്ടോ, അടുത്തത്. ഇനിയിപ്പോൾ പ്രൈം നമ്പർ അല്ലെങ്കിലോ നമ്മൾ പ്രൈം നമ്പർ ആക്കി മാറ്റേണ്ടി വരും. ഇപ്പൊ 4 ഒക്കെ വന്നാൽ 4 ഒരു പ്രൈം നമ്പർ അല്ലല്ലോ, 2² ആക്കിയിട്ട് മാറ്റേണ്ടിയൊക്കെ വരും. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇതിൽ അത് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. എങ്കിലും എന്താ ഇവിടെയും ചോദ്യതാണ്, ഫാക്ടേഴ്സിന് എന്താണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ദാ കണ്ട ഇവിടുത്തെ 4നോട് 1 കൂട്ടുക 5. ദാ കണ്ട ഇവിടുത്തെ 2നോട് 1 കൂട്ടുക 3. അപ്പൊ 5 × 3 ദാറ്റ് ഈസ് 15. 5 × 3 ദാറ്റ് ഈസ് 15. റെഡിയാണോ? സെറ്റപ്പ് അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ 15 ഫാക്ടേഴ്സ് അവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം ഞാൻ കാണിച്ചുതരാം. കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, ഒരേ പൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതാ കണ്ട, ഇവിടെ എല്ലാ നമ്പറും പ്രൈം നമ്പർ ആണെന്നൊന്ന് ചെക്ക് ചെയ്ത്. 5ഉം 7ഉം 19 പ്രൈം ആണ്. മക്കളെ, അഭാജ്യ സംഖ്യയാണെങ്കിൽ ആ നമ്പർ തലയിലുള്ള നമ്പറിനോട് 1 കൂട്ടാം. ഈ 3നോട് 1 കൂട്ടിക്ക് 4 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അതുപോലെ ഈ 2നോട് 1 കൂട്ടിക്ക് 3 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. 3 എഴുതി. ഇവിടെ ശരിക്കും 1 ഉണ്ട്, നമ്മൾ എഴുതാത്തോണ്ട. 19 അവിടെ കണ്ടാ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, മണ്ടയിൽ തലയിൽ ആരുണ്ട്? 1 ഉണ്ട്. ആ 1നോട് 1 കൂട്ടിക്ക് ദാറ്റ് ഈസ് 2 ആണ്. അപ്പോൾ അങ്ങനെ 1 കൂട്ടി ചെയ്തിട്ട് തമ്മിൽ ഗുണിക്കുക. 4 3 12 2. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 24 ഫാക്ടേഴ്സ്. എത്ര ഫാക്ടേഴ്സ് ഉള്ളത്? 24 ഫാക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി എന്തെന്നാ നേരത്തെ സെയിം സാധനം മറ്റൊരു രീതിയിൽ മറ്റൊരു വേവ് ലെങ്ത്തിൽ അവർ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യൻ മക്കൾ മനസ്സിലാക്കിച്ചോ? 40ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാതെ. എന്ത് ക്വസ്റ്റ്യൻ ആണെന്നോ? ഇവിടെ 40, 54 ഓരോന്നിന്റെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 40 എങ്ങനെ മുറിക്കാൻ, 40 എങ്ങനെ മുറിക്കാനല്ല എങ്ങനെ ഡൗട്ട്. ആ സാധനമോ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ 40 പ്രൈം നമ്പേഴ്സ് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഈ നമ്പേഴ്സുകൾ ഇങ്ങനെ പോകുന്ന പ്രൈം നമ്പർ അഭാജ്യ സംഖ്യകൾ മാത്രമേ സൈഡിൽ എടുക്കാവൂ കേട്ടോ. 40 എത്ര 2 ഉണ്ട് നിങ്ങൾക്കറിയാം. 40 എത്ര 2 ഉണ്ടടാ? 40 2 20 എണ്ണം. 20 എത്ര 2 ഉണ്ട്? 10 എണ്ണം. 10 എത്ര 2 ഉണ്ട്? 5 എണ്ണം. 5 2 ഇല്ല 3 ഇല്ല, പിന്നെ 5 ഉള്ളത്. അപ്പൊ 5 5 ഒരെണ്ണം. അപ്പൊ ഇങ്ങനെ എഴുതാൻ പഠിക്കുക, ഒന്ന് വരുന്നത് വരെ ഇത്. അപ്പൊ 40ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചോ. ദാ ഇവിടെ ഈ 2ഉം 40 2 20, 20 2 10, 10 2 5, 5 5 1 അത്രയും വരെ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ 40 എങ്ങനെ എഴുതാ? 2 3 ഉണ്ട്. അപ്പൊ 2�3. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫുൾ മാർക്ക് വേണമെങ്കിൽ നിർബന്ധമായി പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും കാണണം. അതിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 5 കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ദാ കണ്ടോ, ഇവിടെ 2 3 ഉണ്ടെങ്കിൽ തന്നെയും തലയിലുള്ള നമ്പർ 3, അതിനോട് 1 കൂട്ടിക്കൊടുത്തോ 4. തലയിൽ 1 ഉണ്ട്, അതിനോട് 1 കൂട്ടിക്കൊടുത്തോ 2. 4 × 2 ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 8. റെഡിയാണോടാ? നിങ്ങൾ റെഡിയാണോ? സെറ്റപ്പ് അല്ലേ? അടിപൊളി സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ ചോദ്യം നമ്മൾ ചെയ്തു. അടുത്തത് 54. അങ്ങനെയാണെങ്കിൽ 54ന് നമ്മൾ എങ്ങനെ എഴുതാം? 54ന് എഴുതാണെങ്കിൽ 2 54 2 ഉണ്ടല്ലോ. എത്ര 2 ഉണ്ടടാ? 27 എണ്ണം ഉണ്ട് അല്ലേ? ആണല്ലോ, 27 എണ്ണല്ലേ? 27 2 ഇല്ല, 3 ഉണ്ട്, 9 എണ്ണം. 3 ഉണ്ട്, 9. 9ൽ 3 ഒരേ പൊളി 3 എണ്ണം. 9ൽ 3 3 1. റെഡി അല്ലേ? അപ്പൊ 54 നമുക്ക് എങ്ങനെ എഴുതാൻ പറ? 1 2 3 3, 1 2 3 ഇങ്ങനെ എഴുതി വെക്കാം. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഗുണിച്ചു നോക്കും കേട്ടോ. 9 3 3 27 2. ഓക്കെ, ശരിയാ. ഓക്കെ, ഇനി ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ശരിക്കും 1 ഉണ്ട്. ആ 1നോട് 1 കൂട്ടുക, തൊട്ടടുത്ത നമ്പർ 2. ഇവിടെ ശരിക്കും 3 ഉണ്ട്. ആ 3നോട് 1 കൂട്ടുക, തൊട്ടടുത്ത നമ്പർ 4. 2 × 4 ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ 8. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ആൻസർ എത്ര ഉണ്ടടാ? 8 ഫാക്ടേഴ്സ് അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇതും നമ്മൾ ചെയ്തു, ഇതും ചെയ്തു. ബാക്കി 2 ചോദ്യം സാർ ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് ഹോംവർക്ക്, നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. താഴെ കമന്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഐഫോൺ കൊണ്ട് നടക്കുന്നത് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കിനാണ്. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് എന്ത് ചെയ്യണം? സാറോട് പറയുക വേണം, അടിപൊളി എക്സാം ആയിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിലേക്ക് എന്ത് ചെയ്താൽ മതി? മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. വൈശാഖ് JR എന്നാണ് സാറിന്റെ പേര്. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററും ഈ ഒരു ലൈവുകളും ഒക്കെ നിങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR. അപ്പൊ മറക്കണ്ട, ഫീഡ്ബാക്ക് നേരിട്ട് തന്നെ അറിയിക്കുക. എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരും. ഇതായിരുന്നു ID. അപ്പൊ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിച്ചു വെക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.